ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ സ്ക്വാഡിലെ മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് നല്ല പോസിറ്റീവായുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഫഷൻ വഴി പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിമിൽ പെർഫോമൻസും കിട്ടുന്നുണ്ടെന്നുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിന്റെ പ്രോഗ്രഷൻ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ക്വാഡിലെ മെയിൻ ആയിട്ടുള്ള അന്ന് നമ്മൾ വിട്ടുപോയ കുറച്ച് പ്ലേയേഴ്സിന്റെ പ്രൊഗ്രഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തവണ പ്രൊഗ്രഷൻ റീസെറ്റ് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത പ്രൊഫഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോയിലോട്ട്. I'm sick of all the bad thoughts, people who are half guns. You are not as tough as. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു കാര്യം, നിങ്ങൾ ഈ ഫുട്ബോൾ ID വാങ്ങാനും വിൽക്കാനും താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗീവ് അവേസും അതുപോലെ തന്നെ റെഡീം കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, മല്ലു അഡ്മിൻസ് ആണ്. നല്ല രീതിയിൽ ഫെയർ ആയിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. സോ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നേരെ നമ്മുടെ ഗെയിം പ്ലാനിലോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഒരുവിധം പ്ലേയേഴ്സിൻ്റെയൊക്കെ പ്രോഗ്രഷൻ മുന്നേയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നേരെ നമ്മുടെ ഗോൾ കീപ്പറാണ്, ഒളിവർ ഖാൻ്റെ ഒരു പ്രോഗ്രഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഒളിവർ ഖാൻ്റെ ഞാൻ കൊടുത്തേക്കുന്ന പ്രോഗ്രഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ബൂസ്റ്റർ നോക്കുവാണെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യെസ്, ബൂസ്റ്റർ ഞാൻ കൊടുത്തേക്കുന്നത് ഗോൾ കീപ്പിംഗ് ആണ് ബിൽറ്റിനായിട്ട് വന്നേക്കുന്നത്. പിന്നെ ഞാൻ കൊടുത്തേക്കുന്നത് സേവിംഗ് ആണ്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ ഗെയിമിൽ വരുന്ന റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ റുമ്മിയുടെ ഒരു കാർഡിൻ്റെ പ്രൊഫഷൻ ആയിരുന്നു ഒരുപാട് റിക്വസ്റ്റ് വന്നേക്കുന്നത്. സോ റുമ്മിയുടെ പ്രൊഫഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫഷനിൽ വരുത്തുക. ബൂസ്റ്റർ നോക്കുവാണെങ്കിൽ ഞാൻ റുമ്മിക്ക് കൊടുത്തേക്കുന്നത് ഷൂട്ടിംഗ് ആണ്. സോ നെക്സ്റ്റ് ഒരു കാർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈടായിട്ട് വന്നേക്കുന്ന നമ്മുടെ കന്നവേരയുടെ ഈ ഒരു കാർഡാണ്. ഒരുപാട് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആഡ് ചെയ്തെടുക്കുന്നത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡിഫൻസിൽ നിന്ന് ഒരു പോയിന്റ് കുറച്ചിട്ട് നമ്മൾ സ്പീഡിൽ ഒരു 2 പോയിന്റോളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. 87ഓളം നമുക്ക് ഗെയിമിൽ കിട്ടുന്നുണ്ട്. ബൂസ്റ്റർ നോക്കുവാണെങ്കിൽ ബൂസ്റ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഷട്ട് ഡൗൺ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതുവഴി കൊടുത്ത് ഈ ഒരു പ്രൊഫഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 106 തന്നെ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഗുള്ളിറ്റിൻ്റെ ഒരു പ്രോഗ്രഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. സോ ഗുള്ളിറ്റിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് AMFന് പറ്റുന്ന രീതിയിലൊരു പ്രൊഫഷനാണ്. ബൂസ്റ്റർ നോക്കുവാണെങ്കിൽ ഫെൻറ്റാസിറ്റി ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് പ്ലേയേഴ്സിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ നെയ്മറിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ എപ്പിക് നെയ്മറാണ്, ബിഗ് ടൈം അല്ല. നിങ്ങൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഫിനിഷിംഗ് കൂടുതൽ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡാനിയലിൻ്റെ ഒരു കാർഡ് ഉണ്ട്. ഇന്നത്തെ മെയിൻ്റനൻസിന് ശേഷം ആഡ് ചെയ്തതാണ്. ആ ഒരു കാർഡിൻ്റെ മുന്നേ വന്നേക്കുന്ന ഒരു സിംഗിൾ ബൂസ്റ്ററാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു കാർഡാണ്. സോ ഈ ഒരു കാർഡിൻ്റെ എല്ലാവരുടെ കയ്യിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് കൂടി ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു കാർഡിൻ്റെ ഒരു പ്രൊഫഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം സ്പീഡ് കുറവാണെന്നുള്ളൊരു പ്രശ്നമായിരുന്നു ഈ ഒരു കാർഡിനുള്ളത്. കാരണം ആളൊരു ഡിസ്ട്രോയറാണ്. ഡിസ്ട്രോയറിന് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിമിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും കിട്ടത്തില്ല. കാരണം ഈ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകതയാണ് പ്രഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ഓടിക്കളിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ടാക്കിളും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്കെതിരെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ മുന്നോട്ടായിട്ടുള്ള ഈ ഒരു പ്ലെയർ, അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത കാരണം മുന്നോട്ട് കയറിപ്പോയ പ്ലെയർക്ക് നല്ല സ്പീഡിൽ തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലുള്ള ഏതൊരു പ്ലെയർക്കും നല്ല രീതിയിലൊരു 85 എബോവെങ്കിലും സ്പീഡും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു കാർഡിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പ്ലെയറെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടോട്ടിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ്. ഞാൻ പ്ലേയിങ് ലെവലിൽ എപ്പോഴും ഇടുന്നൊരു പ്ലെയർ തന്നെയാണ്. ഈ ഒരു പ്ലെയറിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൊടുത്താൽ AMFലും അതുപോലെ തന്നെ SS-ലും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറായിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടിയെ പറയാം. നെക്സ്റ്റ് ഒരു കാർഡ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്ന നമ്മുടെ വാണ്ടർ വാട്ടിൻ്റെ ഒരു കാർഡാണ്. നമ്മൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു പ്രോഗ്രഷനിൽ നിങ്ങൾക്ക് AMF അതുപോലെ തന്നെ വിങ്ങിലൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രഷനാണ്. നെക്സ്റ്റ് ഒരു പ്ലെയറെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നേക്കുന്ന ഒരു കാർഡാണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഗെയിമിൽ 103 104 ഒക്കെ റേറ്റിംഗ് കിട്ടുന്നതാണ്. പക്ഷേങ്കിൽ എനിക്ക് കിട്ടുന്നത് 102 ആണ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഗെയിമിൽ അന്യായ പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൊഫഷനിൽ നമ്മുടെ കോസ്റ്റക്കുട്ട കാഴ്ചവെക്കുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ
പോസ്റ്റ്ക്യൂട്ടിയുടെ ഈ ഒരു പ്രോഗ്രഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ നോക്കുക. പിന്നെ നമ്മുടെ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഷട്ട് ഡൗൺ തന്നെയാണ്. സോ അത്യാവശ്യം റിക്വസ്റ്റ് വന്നേക്കുന്ന നമ്മുടെ കയ്യിലുള്ള കാർഡ്സിൻ്റെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും എൻ്റെ കയ്യിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണുന്നതുമായിട്ടുള്ള ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാർഡാണെങ്കിൽ പോലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ പോസ്റ്റായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫഷൻ റീസെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു കാരണവശാലും മറ്റു ഒരാളുടെ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ അതേപടി കോപ്പി ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, നിങ്ങളെ കളിക്കുന്ന രീതിയും നിങ്ങളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിൽ കളിപ്പിച്ച് നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷനിൽ വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ഒരു പ്ലെയർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കത്തുള്ളൂ എന്നുള്ളതാണ്. സോ ഗൈസ്, വൈൻഡ് അപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.